അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ BJP നേതാവ് കൃഷ്ണകുമാരുടെ ഫാമിലിക്കെതിരെ ഒരു വലിയ ആരോപണവുമായിട്ടൊരു കേസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതും ജസ്റ്റ് കോമൺ സെൻസ് വെച്ചിട്ട് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ. ഇവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഇവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മാത്രം സംസാരിക്കുന്നത്. ഇത് ഈ കട ഉടമകളായ ആളുകളുണ്ടാവുമല്ലോ, ഈ സ്ഥാപനങ്ങൾ നടത്തുന്ന വ്യാപാരികളായ ആളുകൾക്കുള്ള ഒരു പാഠമാണ് കൃഷ്ണകുമാറിനെ പോലുള്ള ആളുകളുടെ വിഷയങ്ങൾ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വളരെ കൃത്യമാണ്. എനിക്ക് ഇതുപോലെ 1-2 കേസ് അറിയുന്നൊരു കേസാണ്. അതായത് കടയിൽ നിന്നിട്ട് പണിക്കാർ പല രീതിയിലും പൈസ അടിച്ചു മാറ്റുമ്പോൾ ഇവർ പോലീസിൽ പിടിച്ചു കൊടുക്കാതെ ഇവരെന്ത് ചെയ്യുന്നു, പല രീതിയിലും ഭീഷണിപ്പെടുത്തി അത് വാങ്ങാൻ ശ്രമിക്കുന്നു. അത് ചിലത് കേസൊന്നും ആകാതെ ഒത്തുതീർപ്പായിട്ട് പൈസയൊക്കെ വാങ്ങിയിട്ട് പോകണം, ചിലത് തല്ലിയിട്ട് വിടുന്നു. അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് വന്നിട്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, കൃഷ്ണകുമാറിൻ്റെ കേസിൽ കൃഷ്ണകുമാർ ഈ പറയുന്ന പോലെ അവരുടെ സ്ഥാപനത്തിൽ നിൽക്കുന്ന ഈ ജോലിക്കാർ പൈസ അടിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒത്തുതീർപ്പിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഇവരെന്താ ചെയ്തിച്ചാൽ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യാതെ നിയമപ്രകാരം നീങ്ങാതെ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ടും അതുപോലെ തന്നെ അവരെ എന്താ പറയുക, മാക്സിമം അവരെ എങ്ങനെയൊക്കെ ചോദ്യം ചെയ്ത് പൈസ വാങ്ങാൻ പറ്റും അങ്ങനെയൊക്കെ വാങ്ങാൻ ശ്രമിച്ചിരിക്കുന്നു. അതെന്തായി, വാദി പ്രതിയാകുന്ന രീതിയിൽ. അതായത് അവരാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവർ, പൈസ അടിച്ച് മാറ്റിയതൊക്കെ അവർ തന്നെയാണ്. അതിൻ്റെ തെളിവ് ഒത്തുതീർപ്പ് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത് ഇവർ ഒത്തുതീർപ്പാകാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് വിളിച്ചിട്ട് ഇവിടെ നിന്നിട്ട് സംസാരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇവർ ഭീഷണിപ്പെടുത്തിയിട്ട് എന്താ പറയുക, ഇവരെ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇനിയും കൂടുതൽ ചോദ്യം ചെയ്ത് പൈസ വാങ്ങാന്നൊക്കെ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും അത് നിയമവിരുദ്ധമാണ്. പക്ഷേ ഇവിടെ കൃഷ്ണകുമാർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾ വലിയ രീതിയിൽ ഇവിടെ ക്രൂശിക്കപ്പെടും. അതുപോലെ തന്നെ അയാൾ വലിയ രീതിയിൽ അയാളുടെ ഫാമിലിയൊക്കെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലും എന്തായാലും ആക്രമിക്കപ്പെടും. അതിലൊരു മാറ്റവും ആക്രമിക്കപ്പെടും. അപ്പോൾ എന്നെക്കൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തൊഴിലാളികൾ നമ്മളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നിയമം എന്താണാവോ അത് വഴി കൂടെ നീങ്ങുക. ഒരിക്കലും സെൻറ്റി നോക്കരുത്. കാരണം അവർ വഞ്ചിച്ചിരിക്കുകയാണ്, നമ്മളെ നമ്മുടെ പൈസ ഒക്കെ അടിച്ചു മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളത് നിയമപ്രകാരം അല്ലാതെ വാങ്ങാതെ നോക്കി കഴിഞ്ഞു പറഞ്ഞാൽ ഇതുപോലെ സംഭവിച്ചു പോകും, വാദി പ്രതിയാകുന്ന രീതിയിലായിപ്പോൾ. ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കേസിൽ ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. കാരണം എനിക്കറിയുന്ന 2 സംഭവം നേരിട്ടുള്ളതാണ്. പണിക്കാർ ഇതേപോലെ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ട് പിന്നീട് ഇത് മുതലാളി അറിഞ്ഞിട്ട് അവരെ പിടിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടും തല്ലിയിട്ടൊക്കെ കുറച്ചൊക്കെ വാങ്ങിയുള്ളൂ. കേസൊന്നും കൊടുക്കാതെ പിന്നെ പാവങ്ങളാണോട്ട് ഒഴിവാക്കി വിട്ടു. കൃഷ്ണകുമാറിൻ്റെ കേസിലും അതേപോലെ അവർ സംഭവിച്ചു. പക്ഷേ അവരെന്ത് ചെയ്തു, ഇത് തട്ടിക്കൊണ്ടു പോകുന്നു, അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ കേസ് കൊടുത്തു. അപ്പോൾ കേസ് നേരെ തിരിഞ്ഞു. സംഭവം മനസ്സിലായ. അപ്പോൾ കട ഉടമകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പണിക്കാർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ വഞ്ചിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? നിയമങ്ങൾ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ വാദി പ്രതിയാവും. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ വലിയ രീതിയിലുള്ള കേസ് കിട്ടി, ഇനി ചിലപ്പോൾ അവർക്ക് പൈസ തിരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഉണ്ടാവില്ല. ഇവർക്ക് പൈസയും പോയി, കേസ് വന്ന് സമൂഹത്തിന് മുന്നിൽ നാണം കെടുന്ന ഒരവസ്ഥയായിപ്പോയി. ചിലപ്പോൾ ഇയാളെ രാഷ്ട്രീയപരമായിട്ട് ആക്രമിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, ഞാൻ ഈ കോമൺ സെൻസ് വെച്ചിട്ടുള്ള സംഭവമാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ ഈ പണിക്കാരോട് പണിക്ക് ജോലിക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജോലിക്ക് നിന്ന ആളെ തട്ടിക്കൊണ്ട് പോയിട്ട് കാശ് പിടുങ്ങും, സ്വർണ്ണം പിടുങ്ങേണ്ട ഗതികേടൊന്നും കൃഷ്ണകുമാറിനില്ല എന്നെ സംബന്ധിച്ചോളം. ഇത് കോമൺ സെൻസ് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്, അവർ പൈസ അടിച്ചു മാറ്റിയപ്പോൾ ആ പൈസ തിരിച്ചു വാങ്ങാൻ ഇവർ ഭീഷണീൻ്റെ രൂപം ഉപയോഗിച്ചിരിക്കുന്നു. അതെന്താവുന്നു, നേരെ വാദി പ്രതിയാവുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഈ സ്ഥാപനം നടത്തുന്ന ഉടമകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പണിക്കാർ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിയമങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് അവരെ പൂട്ടാൻ ശ്രമിച്ചിട്ട് കാശ് വാങ്ങാൻ നോക്കുക. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാശ് കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾ പ്രതിയാകാതെയെങ്കിലും ഇരിക്കും. ഇപ്പം എന്തായി, ഇവർ ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാൻ നോക്കിയപ്പോൾ തട്ടിക്കൊണ്ടുപോകൽ, വധഭീഷണി, അങ്ങനെ വേണ്ട എല്ലാ കുറ്റവും എടുത്ത് മേത്തേക്ക് ഇട്ട് ഇനി വാറണ്ട്, അത് ജാമ്യമില്ല വാറണ്ടൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇനി അറസ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ എനിക്ക് ഈ കൃഷ്ണകുമാറിൻ്റെ കേസിൽ നമ്മൾ മതവും അതുപോലെ രാഷ്ട്രീയമൊന്നും നോക്കാതിരുന്ന് കോമണായിട്ട് ചിന്തിച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ പണിക്കാർ പൈസ അടിച്ച് മാറ്റി, അത് ഇവർ ഭീഷണിയുടെ രൂപത്തിൽ വാങ്ങാൻ ശ്രമിച്ചു, അത് പണി പാളി, ഇപ്പോൾ കേസായി. ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻറ്റിൽ പറയാം. ഞാൻ പറയുന്നത് നിങ്ങൾ സപ്പോർട്ട്
മറ്റേ നമ്പറില്ല മതമായിട്ട് രീതിയിലോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടോ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി. നിങ്ങൾ സ്ഥാപനം നടത്തുന്നു, നിങ്ങളുടെ പണിക്കാർ പൈസ അടിച്ച് മാറ്റുന്നു, അപ്പോൾ നിങ്ങളത് ഭീഷണിപ്പെടുത്തി വാങ്ങാൻ ശ്രമിക്കുമ്പോൾ കേസ് നേരെ തിരിയുന്നു. അതേസമയം നിങ്ങൾ നിയമങ്ങൾ ഉപയോഗിച്ച് അവരെ നിങ്ങൾ പൂട്ടിയിട്ടുണ്ടെങ്കിലോ നിങ്ങൾ സേഫ് ആയിട്ടുണ്ടാവും. ഇത്രേ എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ പണിക്കാർ നിങ്ങളുടെ പൈസ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചൂഷണം ചെയ്യുകയോ അടിച്ചു മാറ്റുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിയമങ്ങൾ ഉപയോഗിച്ച് വാങ്ങാൻ നോക്കുക. അല്ലെങ്കിൽ ഇതേപോലെ കൃഷ്ണകുമാറിനെ പോലെ പണി കിട്ടും. ഓക്കേ.